ഹലോ മക്കൾസ്, ഓണം എക്സാമിനുള്ള തകൃതിയായ പഠനത്തിലായിരിക്കും. നിങ്ങൾക്ക് മെയിനായിട്ട് 2.5 ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റർ കംപ്ലീറ്റും മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങളിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എക്സാമിന്, അതെങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഒന്ന് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ ഈ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണോ ആവണം എക്സാം ഹാളിലേക്ക് പോകുന്നത്. ഏതൊക്കെയാണോ ടോപ്പിക്കുകളെന്ന് ചോദിച്ചാൽ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ആദ്യം കാണുന്ന ഒരു ചിത്രം തന്നെ ഇതായിരിക്കും. ഇത് ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജെ തോംസൺ എന്നും വില്യം ക്രൂക്ക് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ ചെയ്ത എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാവുന്ന റേ ആണ് കാഥോഡ് റേ. അപ്പോൾ കാഥോഡ് റേയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുക. സോ ഈ ചിത്രം ഒന്ന് മൈൻഡിൽ വെച്ചോ. ഈ ചിത്രത്തിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റ് രണ്ട് ചിത്രങ്ങൾ, ഒരു 3 ചിത്രമുണ്ട്, മറ്റ് 2 ചിത്രങ്ങൾ കൂടിയുണ്ട്. ആ കാഥോഡ് റേ പോകുന്ന വഴിക്ക് ഒരു സംഭവം കൊണ്ടുവച്ചു, അപ്പോൾ അതിൻ്റെ നിഴൽ കണ്ടതും, ആ കാഥോഡ് റേ പോകുന്ന വഴിക്ക് ഒരു റൊട്ടേറ്റിംഗ് വീല് കൊണ്ടു വെച്ചതും, അപ്പോൾ അത് കറങ്ങുന്നതും, ദെൻ ആ കാഥോഡ് റേ പോകുന്ന വഴിക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് കാഥോഡ് റേ ഡീവിയേറ്റ് ചെയ്തതും, ഇത് 3ഉം ഇതിങ്ങനെ ആ ചിത്രം ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സെറ്റാക്കിയതിനു ശേഷം കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആ ചിത്രം വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇതാ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ കാണാൻ പാടോ, അയ്യോ ഒന്നും പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് വായിച്ചെടുക്കാവുന്നതാണ്. സോ നിർബന്ധമായിട്ടും ആ ചിത്രങ്ങൾ പഠിച്ച് കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിയില്ലേ എന്ന് ഉറപ്പിക്കുക. അതിൻ്റെ മലയാളമാണിത്. അപ്പോൾ ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പോയിന്റ്. രണ്ടാമത്തത് നമ്മുടെ ജെ തോംസൺ എന്ന് പറയുന്ന ആ സയൻറ്റിസ്റ്റിൻ്റെ ആറ്റം മോഡലിലെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്ന മോഡൽ, അതിലെ പോയിന്റുകളൊന്ന് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. എന്താണ് ജെ തോംസൺ പറഞ്ഞതെന്നും അതിലെ കാര്യങ്ങളും. എന്നാൽ ജെ തോംസൺ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ജെ തോംസൻ്റെ മോഡലാണ് ഇത്, പ്ലം പുഡിംഗ് മോഡൽ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് ഇതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. ദെൻ ജെ തോംസൻ്റെ സ്വന്തം സ്റ്റുഡൻ്റ് ആയിരുന്ന റുദർഫോർഡ് പറയുന്നത് അദ്ദേഹം പറയുന്നത് പോലെയല്ല, ഞാൻ വേറെ ടൈപ്പ് മോഡലാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് നടത്തിയ സയൻറ്റിസ്റ്റാണ് റുദർഫോർഡ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് റുദർഫോർഡ് എന്ത് എക്സ്പെരിമെൻ്റാണ് നടത്തിയത്, അതെങ്ങനെയാണ് ചെയ്തത്, അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രം. അപ്പോൾ ഈ ചിത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവുക. ചിത്രങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ്. ചില ചിത്രങ്ങൾ വന്നിട്ട് അത് വെച്ചിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇത് റുദർഫോർഡ് ചെയ്ത ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രമാണ്. സോ ആ ചിത്രം വെച്ചിട്ട് മക്കളെ അദ്ദേഹം ആ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ നിരീക്ഷണങ്ങൾ, ഒബ്സർവേഷൻ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടത്, അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ മനസ്സിലാക്കിയ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺക്ലൂഷൻസ്. എന്തൊക്കെയാണ് അദ്ദേഹം ലാസ്റ്റ് എത്തിയ നിഗമനങ്ങൾ, എന്തൊക്കെയാണ് കൺക്ലൂഷൻസ്, ആ കൺക്ലൂഷനിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പം ഒബ്സർവേഷൻ ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, പിന്നെ അതിൽ നിന്ന് അദ്ദേഹം ചെയ്തെടുത്ത പോയിന്റുകൾ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിൻ്റെ പോയിന്റുകൾ. എന്താണ് ഒരു ആറ്റം? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് സെൻറ്ററിൽ വളരെ ചെറുതാണ്, അതിൻ്റെ ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റം മോഡലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് റുദർഫോർഡ്. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഇതപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്നെ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. കാരണം റുദർഫോർഡ് കുറച്ചധികം എക്സ്പെരിമെൻറ്റും ചെയ്ത് കുറേ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിമ്പിളാണ്. ന്യൂക്ലിയസ് ആണ്, സെൻറ്ററിൽ പോസിറ്റീവാന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹമാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമല്ലോ. ദെൻ റുദർഫോർഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റുദർഫോർഡിന് എന്തുണ്ടായിട്ടുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. റുദർഫോർഡ് പറഞ്ഞ മോഡലിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ലിമിറ്റേഷൻസ് എന്നും നിങ്ങൾ പഠിച്ചുറപ്പ് വരുത്തുക. ദെൻ ആ ലിമിറ്റേഷൻസ്, ആ പരിമിതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം നീൽസ് ബോർ വരുന്നത്. ബോർ മോഡൽ ഓഫ് ആറ്റവും കൊണ്ട്. നീൽസ് ബോറാണ് നമ്മുടെ ഷെല്ല്, 1ാമത്തെ ഷെല്ല്, 2ാമത്തെ ഷെല്ല്, 3ാമത്തെ ഷെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നീൽസ് ബോർ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഷെല്ലുകളിലുള്ള പ്രത്യേകത എന്താണ് എന്നൊക്കെ പഠിച്ചതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ ഒരാറ്റത്തിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ എന്നതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ നമ്പർ, മാസ് നമ്പറൊക്കെ പഠിക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആറ്റത്തിൻ്റെ നമ്പറൊക്കെ പഠിച്ചതിന് ശേഷം ഈ ബോർ മോഡൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബോർ മോഡൽ വരയ്ക്കുക, അതായത് ഓർബിറ്റൽ കോൺഫിഗറേഷൻ എങ്ങനെ വരയ്ക്കും. അപ്പോൾ ന്യൂക്ലിയസ് സെൻറ്ററിൽ കൊടുക്കും, ഇലക്ട്രോണിന് ചുറ്റും വരയ്ക്കുന്ന ഇങ്ങനെ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനൊരു ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ വരയ്ക്കാൻ ചോദിക്കും, ചിലപ്പോൾ ഈ മോഡൽ തന്നിട്ട് അതിൽ നിന്ന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഈ ഓർബിറ്റൽ മോഡലുമായിട്ട് ബന്ധപ്പെട്ടത് പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ നിങ്ങൾ പോവുക. ദെൻ അതിനുശേഷമാണ് നമ്മൾ ഐസോടോപ്പിലേക്കും ഐസോബാറിലേക്കും ഒക്കെ പോകുന്നത്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്. അപ്പോൾ ഐസോടോപ്സ് എന്താണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഐസോടോപ്പ് എന്ന് നിങ്ങൾക്കറിയാം. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. അതാണല്ലോ ഐസോടോപ്പ്. ഐസോടോപ്പ് ടോപ്പിൽ മാറുക സാറ് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ ഐഡിയ പറഞ്ഞു. ടോപ്പിൽ മാറുക, മുകളിൽ മാറുക എന്നതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. ദെൻ പിന്നെ എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ വൺ വേർഡിലൊക്കെ ആയിട്ട് ഐസോടോപ്പിൻ്റെ യൂസസ്, ചില ഐസോടോപ്പുകൾ അതിൻ്റെ യൂസസും
പഠിച്ചു വെക്കാനുള്ള ടേബിളാണ്. എങ്ങനെ പഠിക്കാനുള്ള ട്രിക്കൊക്കെ നമ്മുടെ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം ഐസോബാർ എന്താണ്? ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റം, അറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ വ്യത്യാസം. ഐസോബാർ എന്ന് പറഞ്ഞാൽ കുറേ സ്പീഷീസ് ഉണ്ട്, അതിൻ്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ വ്യത്യാസം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആറ്റം തന്നെ വ്യത്യാസം ഉണ്ടാവും. അവരെയാണ് ഐസോബാർ എന്ന് പറയുക. അതാണ് ആദ്യത്തെ ചാപ്റ്ററിൽ. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പഠിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഈ 2 ചാപ്റ്ററാണല്ലോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ, അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തണേ. എന്താണ് മോഡേൺ പീരിയോഡിക് ലോ? ആധുനിക പീരിയോഡിക് നിയമം എന്താണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക നമ്പറുകളുടെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറയുന്ന ആ ലോ പഠിച്ചങ്ങ് പോവുക. ദെൻ ഒരു പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ വിലങ്ങനെ പോകുന്നതിന് നിങ്ങൾ പീരീഡുകളെന്നും, അഥവാ ഹൊറിസോണ്ടലി പോകുന്നതിന്, വേർട്ടിക്കലി പോകുന്നതിന്, താഴേക്ക് പോകുന്നതിന് നിങ്ങൾ ഗ്രൂപ്പുകളെന്നും, അങ്ങനെ 18 ഗ്രൂപ്പ് ഉണ്ടെന്നും 7 പീരിയോഡിക് ടേബിൾ ഉണ്ടെന്നും എന്ന് നിങ്ങൾക്കറിയാം. ദെൻ ആ ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പിനുള്ള പേരുകൾ അടങ്ങിയ ടേബിളാണ്. ഗ്രൂപ്പ് 1ൻ്റെ പേര്, 2ൻ്റെ പേര്, ഗ്രൂപ്പ് 18th വരെയുള്ള പേരുകൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക, ഗ്രൂപ്പുകളുടെ പേരുകൾ. ദെൻ അങ്ങനെ ഗ്രൂപ്പിൻ്റെ പേരൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ മക്കളെ ചില ഗ്രൂപ്പുകളെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ഗ്രൂപ്പ് 1, 2 പിന്നെ 13 മുതൽ 18th വരെയുള്ള ഗ്രൂപ്പുകളെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുകൾ അഥവാ പ്രധാന ഗ്രൂപ്പ് എലമെൻറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ അത് ആരെയാണ് വിളിച്ചത് എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നിങ്ങൾക്ക് ഒരു ഇത് വെച്ചിട്ട് എന്താണെന്ന് പറയാം, നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് 2A8 എന്നൊക്കെ എഴുതൂല, അത് വെച്ചിട്ട് ഒരു എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഏതാണെന്ന് പറയാൻ പറ്റും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഓർത്ത് നിർബന്ധമായിട്ടും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരം വരും. ഒരു ജനറൽ ക്വസ്റ്റ്യൻ, ഒരു പിയുടെ കോൺഫിഗറേഷൻ ഇതാണ്, അല്ലെങ്കിൽ പിയുടെ ഷെല്ല് ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രൂപ്പ് എത്ര, പീരീഡ് എത്ര. അപ്പോൾ ഗ്രൂപ്പും പീരീഡും കാണാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കാൻ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അഥവാ ഫോർ എക്സാമ്പിൾ ഒരു കോൺഫിഗറേഷൻ അവസാനിക്കുന്ന 2A8 1 അവസാനിക്കുന്ന 1 അത് ഒന്നാമത്തെ ഗ്രൂപ്പായിരിക്കും. 2A8 2 അവസാനിക്കുന്ന 2 രണ്ടാമത്തെ ഗ്രൂപ്പായിരിക്കും. 2A8 3 അവസാനിക്കുന്ന 3 അത് മൂന്നാമത്തെ ഗ്രൂപ്പല്ല. 3 അതിലേക്ക് 10 കൂട്ടണം. അപ്പോൾ 3, 4, 5, 6, 7 ഒക്കെ ആണെങ്കിൽ അതിലേക്ക് 10 കൂട്ടണം. 3, 4, 5, 6 ഇങ്ങനെ അതിലേക്ക് 7, 8 വരെ ആണെങ്കിൽ 10 കൂട്ടണം. 10 കൂട്ടിയാൽ കിട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ 1, 2 ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ആയിരിക്കും. 3 അവസാനം 3 13 ആയിരിക്കും ഗ്രൂപ്പ്. അവസാനം 4 14 ആയിരിക്കും. അവസാനം 6 16 ആയിരിക്കും. അവസാനം 8 10 കൂട്ടി 18 ആയിരിക്കും. സോ ഗ്രൂപ്പ് കണ്ടെത്തൽ ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്. ദെൻ എന്താണ് പീരീഡ് എന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ കോൺഫിഗറേഷൻ എഴുതും 2A8 7. അപ്പോൾ പീരീഡ് ഏതാണ് കണ്ടുപിടിക്കാനുള്ളതും പഠിക്കണം. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2A8 7 എഴുതും. അതിൽ എത്ര ഷെല്ലുണ്ട്? ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ എത്ര ഷെല്ലുണ്ടോ അതാണ് പീരീഡ് നമ്പർ. അപ്പോൾ ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് പഠിക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ അതൊരു ടേബിളുണ്ട്, നിങ്ങൾ പൂരിപ്പിച്ച് നോക്കുക. അത് പഠിക്കാനുള്ള ഐഡിയ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ പീരീഡും ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. ദെൻ 18ാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത, അവർ റിയാക്ഷൻ ഒന്നും പങ്കെടുക്കില്ല. കാരണം അവരിൽ കംപ്ലീറ്റ് 8 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറയുന്ന പോയിന്റും പഠിച്ചു വെച്ചേക്കുക. നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത. ദെൻ ട്രാൻസിഷൻ മെറ്റൽസ് അഥവാ നമ്മുടെ എന്താണ് പറയുക, സംക്രമണ മൂലകങ്ങൾക്ക് ഗ്രൂപ്പിൽ മാത്രമല്ല പ്രോപ്പർട്ടി ഒരുപോലെയുള്ളത്, പീരീഡിലും ഒരുപോലെയാണ്. കാരണം പീരീഡിലും അവരുടെ അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയതുകൊണ്ട് പീരീഡിലും അവരുടെ പ്രോപ്പർട്ടി സിമിലർ ആണ് എന്നാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് പറയുന്നത്. ദെൻ ആ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകതകൾ 3 മുതൽ 12 വരെയുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അവർ മെറ്റൽസ് ആണ്, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും, ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും എന്നൊക്കെ പറയുന്ന പോയിന്റുകളും പഠിച്ചു വെക്കുക. ദെൻ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആരാണ്? ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത് 6ാമത്തെ പീരീഡത്തെ കുറച്ച് പേര്, ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുന്നത് 7ാമത്തെ പീരീഡത്തെ കുറച്ച് പേര്, അവരെക്കുറിച്ചും പഠിച്ചു വെച്ചേക്കുക. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ വരുന്നത് ഗ്രൂപ്പിൽ താഴോട്ടും എലോങ് പീരീഡ് അങ്ങോട്ടും പോകുമ്പോൾ ഒരു ആറ്റത്തിൻ്റെ സൈസിന് എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ചാർജും നമ്പർ ഓഫ് ഷെല്ലും. നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് കുറയും. അപ്പോൾ പീരീഡിൽ അങ്ങോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് കൂടും, അപ്പോൾ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും ഷെൽ നമ്പർ കൂടും, അപ്പോൾ ഷെൽ നമ്പർ കൂടുമ്പോൾ അറ്റോമിക് സൈസ് കൂടി വരും. അതും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും സൈസ് കൂടും, പീരീഡിൽ അങ്ങോട്ട് പോകുന്നതോറും സൈസ് കുറയും. അതാണ് നമ്മുടെ ഈ ചാപ്റ്റർ. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് ഭാഗം പഠിക്കാനുള്ള ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം.
കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ നിങ്ങൾ എന്താണ് ഈ അഷ്ടക വിന്യാസം, നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ കുറച്ച് പറഞ്ഞ സാധനം, നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണൊക്കെ അവസാനിക്കുന്നത് 8-ലാണ്. 2 8 2 8 8 2 8 8 8 അങ്ങനെ 8-ലാണ് അവസാനിക്കുന്നത്. ഈ 8-ൽ അവസാനിക്കുമ്പോൾ അവർ സ്റ്റേബിളാണ്. അതിനെയാണ് സ്റ്റേബിൾ ഇലക്ട്രോൺ വിന്യാസം ഉള്ളതിനെ, കോൺഫിഗറേഷൻ ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് അഷ്ടക വിന്യാസം അഥവാ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ. അത് നോബിൾ ഗ്യാസിനുള്ളതാണ് ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ, അഷ്ടക വിന്യാസം. ഇങ്ങനെ ഓൾറെഡി ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ ഉള്ളവർ, അഷ്ടക വിന്യാസം ഉള്ളവർ റിയാക്ഷന് പങ്കെടുക്കൂല. അപ്പോൾ റിയാക്ഷന് പങ്കെടുക്കുന്നത് പിന്നെ ആരായിരിക്കും? അവസാനം 8-ഇല്ലാത്തവർ. അങ്ങനെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന ആ കോമ്പൗണ്ടിന്, സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന ആ ടൈപ്പ് ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് അയോണിക് ബോണ്ട്. അപ്പോൾ അയോണിക് ബോണ്ട് വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സാമിന്. അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ അയോണിക് ബോണ്ടിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്? സോഡിയം തൻ്റെ കയ്യിൽ 2 8 1 ആകുമ്പോൾ അവസാനത്തെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ക്ലോറിൻ 2 8 7 ആകുമ്പോൾ അവസാനത്തെ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ വാങ്ങും. അപ്പോൾ ഇയാൾ കൊടുക്കും, അപ്പോൾ പ്ലസ് ചാർജ്. ഇയാളൊന്ന് വാങ്ങും, അപ്പോൾ മൈനസ് ചാർജ്. അങ്ങനെ പ്ലസ് ചാർജ് ഉള്ള സോഡിയവും മൈനസ് ചാർജ് ഉള്ള ക്ലോറിനും കൂടെ ഒന്നിച്ച് NaCl ആവുന്നുള്ളതിൻ്റെ ഈ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരച്ച് പഠിച്ചത് നോക്കുക. ദെൻ അങ്ങനെ ഒരാൾ തൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി അഥവാ മലയാളം അയോണീകരണ ഊർജ്ജം എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ പഠിച്ച് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഒരാൾ ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റിലേക്ക് വാങ്ങുമ്പോൾ, നേരത്തെ കൊടുക്കുമ്പോൾ, ഇത് വാങ്ങുമ്പോൾ അവിടെ റിലീസ് ആവുന്ന എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അഥവാ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി. അപ്പോൾ 2 എനർജികൾ, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അയോണീകരണ ഊർജ്ജം, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി. അതിൻ്റെയും ഡെഫിനിഷൻ പഠിച്ചില്ലേ എന്ന് ഉറപ്പ് വരുത്തുക. നേരത്തെ നമ്മൾ NaCl ഫോം ചെയ്യുന്നതിൻ്റെ വട്ടം വരച്ച്, ഓർബിറ്റ് വരച്ചില്ല. ഇതേപോലെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ചിട്ട് വരക്കും. NAയുടെ മുകളിൽ ഒരു കുത്ത്, കാരണം 2 8 1 ആണ്. ക്ലോറിൻ്റെ മുകളിൽ 7 കുത്ത്, കാരണം 2 8 7 ആണ്. ദെൻ ഒരു ഇലക്ട്രോണെ കൊടുക്കുന്നു, അപ്പോൾ പ്ലസ് ആവുന്നു. ഒരു ഇലക്ട്രോണെ വാങ്ങുന്നു. അതും എങ്ങനെയാണ് വരച്ചതെന്നും പഠിച്ചാൽ ഓണം എക്സാമിനുള്ള പഠിച്ച് സെറ്റായി. സോ ഇത് ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കുക എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈവ് ഓൾറെഡി എടുത്തിട്ടുണ്ടായാലും വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കി സെറ്റാക്കി ലോജിക്കലി പഠിക്കണം. ഇതിപ്പോൾ ഞാൻ ഇതാണ് ടോപ്പിക്ക്, ഇതൊക്കെ പഠിക്കണം എന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സെറ്റായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് എല്ലാം ഇൻട്രസ്റ്റിങ്ങിൽ എല്ലാം പക്ക ക്ലിയർ ആയിട്ട് മനസ്സിലായി തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്ന രൂപത്തിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് സന്തോഷത്തോടെ പഠിക്കാവുന്നതാണ്. ഇനിയും വൈകിട്ടില്ല. ഇനിയിപ്പോൾ ഓണം എക്സാമിന് എത്തിയില്ലെങ്കിൽ ബാക്കിയുള്ള എക്സാമുകളിലേക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയും ചെയ്യാം. സോ മറക്കണ്ട, ഇപ്പോൾ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും കൃത്യം പഠിച്ച് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസിയാക്കി എഴുതും. ബൈ.